യാമിനിയിൽ ഒഴുകും നിലാവലയിൽ മന്ദം മന്ദം വീശും തെന്നൽ മാലാഖമാരൊത്തു പാടി പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഈശോയിൽ സ്നേഹമുള്ള ദൈവമക്കളെ, ശാലോം ശുശ്രൂഷയിലൂടെ നമ്മൾ ക്രിസ്മസിനൊരുക്കമായ ധ്യാനത്തിലേക്ക്, ഗ്ലോറിയയിലേക്ക് പ്രവേശിക്കുന്നു. എല്ലാ ദൈവമക്കൾക്കും ഈ രാത്രിയിൽ വചന ശുശ്രൂഷയിലേക്ക്, ഗ്ലോറിയയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരു നിമിഷം ഈ മണിക്കൂറുകളെ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകലരെയും ഈശോയെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, ഈ വചന ശുശ്രൂഷ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്തുമ്പോൾ ഈശോയെ പരിശുദ്ധാത്മ ഇടപെടലിൽ വചനം കേൾക്കുവാൻ കൃപ ലഭിക്കട്ടെ. ഈ മണിക്കൂറുകളെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ മണിക്കൂറുകളെ. അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ ഗ്ലോറിയയിലൂടെ ക്രിസ്മസിനൊരുക്കമായ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് ആദ്യം നമ്മളോട് പറയുന്നൊരു വചനം, രക്ഷാകര ചരിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിൽ പരിശുദ്ധ അമ്മ പറഞ്ഞ ഒരു വചനമുണ്ട്. ആ വചനം ഇതായിരുന്നു. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാം തിരുവചനം, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. നമുക്കറിയാം, രക്ഷാകര ചരിത്രം മുഴുവനും വെളിപ്പെടുത്തലുകളുടെ ചരിത്രമാണ്. രക്ഷാകര ചരിത്രം മുഴുവനും അബ്രാഹത്തിലൂടെ ആരംഭിക്കുന്ന രക്ഷാകര ചരിത്രം മുഴുവനും വെളിപ്പെടുത്തലുകളുടെ ചരിത്രമാണ്. ഇതാ പരിശുദ്ധ അമ്മയ്ക്ക് ദൈവത്തിൻ്റെ സ്വരം വെളിപ്പെട്ട് കിട്ടുകയാണ്. ദൈവ വെളിപ്പെടുത്തൽ എന്ന് വെച്ചാൽ ദൈവിക പദ്ധതി പരിശുദ്ധ അമ്മയ്ക്ക് വെളിപ്പെട്ട് കിട്ടുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ, ഇവിടെ നമ്മൾ ധ്യാനിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു വിവാഹത്തെക്കുറിച്ച് സ്വപ്നം കൊണ്ടുകൊണ്ട് നടക്കുന്നൊരു പെൺകുട്ടി. മറിയം എന്ന ഒരു പെൺകുട്ടിയുടെ വിവാഹ സ്വപ്നങ്ങളുടെ തകർച്ചയിലാണ് ക്രിസ്മസ് രൂപപ്പെടുന്നത്. മറിയത്തിന് തൻ്റെ വിവാഹത്തെക്കുറിച്ച് ഒരു സ്വപ്നമുണ്ടായിരുന്നു. ജോസഫുമായിട്ട് വിവാഹം നടന്നു. ആ വിവാഹത്തെക്കുറിച്ച് മറിയം സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുമ്പോൾ ഇതാ ദൈവത്തിൻ്റെ ദൂതൻ മറിയത്തോട് വന്നിട്ട് പറഞ്ഞു, ഇതാ നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. വിവാഹത്തിന് മുമ്പ് താൻ ഗർഭവതിയാകുമെന്ന് കേൾക്കുമ്പോൾ വചനം പറയുന്നു, അത് കേട്ട് അവൾ അസ്വസ്ഥയായി. ആ വചനം കേട്ട് അവൾ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്നവൾ ചിന്തിച്ചു. കാരണം
ഇതുവരെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത കാര്യം, വിവാഹത്തിന് മുമ്പ് ഒരു പെൺകുട്ടി ഗർഭം ധരിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വിവാഹ സ്വപ്നങ്ങൾ ഒരു സ്ഥലത്ത്, ദൈവത്തിൻ്റെ പദ്ധതി മറ്റൊരു സ്ഥലത്ത്. എന്നാൽ പരിശുദ്ധ അമ്മയുടെ വിവാഹ സ്വപ്നങ്ങളെ, ഇഷ്ടങ്ങളെ പരിശുദ്ധ അമ്മ ബലി ചെയ്യാൻ തയ്യാറായപ്പോൾ അവിടെയാണ് ക്രിസ്മസ് നമുക്ക് മുമ്പിൽ അവതരിക്കുന്നത്. എന്തുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ക്രിസ്മസ് ഇല്ലാതെ പോകുന്നു എന്ന് ചിന്തിച്ചാൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെ ഇഷ്ടങ്ങൾ പരാജയപ്പെടുന്നില്ല. നമ്മുടെ ഇഷ്ടങ്ങൾ പരാജയപ്പെടുന്നിടങ്ങളിൽ, ദൈവത്തിൻ്റെ ഇഷ്ടം വിജയിക്കുന്നിടങ്ങളിൽ സംഭവിക്കുന്ന രക്ഷാകര ഇടപെടലിൻ്റെ പേരാണ് ക്രിസ്മസ്. അതിനാൽ ഈ മണിക്കൂറിൽ വചന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പരിശുദ്ധ അമ്മയെക്കുറിച്ച് എലിസബത്ത് പറയുന്നൊരു വചനമുണ്ട്. ലൂക്കായുടെ സുവിശേഷം 1:45, ദൈവവചനം, ദൈവം അരുളി ചെയ്ത കാര്യം നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം, ദൈവിക പദ്ധതിക്ക് വിധേയപ്പെട്ട് നിൽക്കുക. ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിധേയപ്പെട്ട് നിൽക്കുന്നിടങ്ങളിൽ ദൈവിക ഇടപെടൽ കടന്നു വരും. അതാണ് രക്ഷാകര ചരിത്രം മുഴുവനും നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം. അബ്രാഹം മുതൽ ആരംഭിക്കുന്ന രക്ഷാകര ചരിത്രം യേശുവിലൂടെ പൂർത്തിയായിട്ട് നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഇതാ അബ്രാഹം ദൈവം പറഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. യേശുവിൽ അത് അവസാനിക്കുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്നു, പിതാവേ നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെടുന്ന ഇടങ്ങളിൽ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രക്ഷാകര ഇടപെടലാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഈ വചനം ഞാൻ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു പെൺകുട്ടിയുടെ മുഖമുണ്ട്. ഈ പെൺകുട്ടി ഒരുപാട് വിവാഹ സ്വപ്നങ്ങളും പ്രാർത്ഥനകളുമായി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവൾ. വിവാഹ ജീവിതം മുമ്പോട്ട് പോകുവാൻ തുടങ്ങിയപ്പോൾ ജീവിത പങ്കാളിയിൽ നിന്ന് ഒരുപാട് പൊരുത്തക്കേടുകൾ, ഒരുപാട് പ്രാർത്ഥിച്ചും ഒരുപാട് തീരുമാനമെടുത്തും ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടും ഒത്തിരി പ്രതീക്ഷയോടെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവൾ പെട്ടെന്ന് ഒരു കാര്യം അറിഞ്ഞു. അവൾ അറിഞ്ഞത് ഇതാണ്, അവളുടെ ജീവിത പങ്കാളിയായി ദൈവം നൽകിയ വ്യക്തി ഒരു മാനസിക രോഗത്തിന് അടിമയാണ്. പിന്നീട് അവൾക്ക് മനസ്സിലായി, ഇത് തന്നിൽ നിന്ന് മറച്ചു വെച്ചാണ് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചത്. ഒരു പക്ഷേ അവൾ വിദഗ്ധമായ അഭിപ്രായങ്ങൾ ആരാഞ്ഞപ്പോൾ അവൾക്ക് കിട്ടിയ ഉത്തരം, ഇങ്ങനെ ഒരു രോഗമുണ്ടെങ്കിൽ സഭയുടെ പഠനമനുസരിച്ച് ആ വ്യക്തി വിവാഹത്തിന് യോഗ്യമല്ല. അങ്ങനെ ഒരു വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ സഭയുടെ കാഴ്ചപ്പാടിൽ അത് ഇൻവാൾവാണ്, അത് അയോഗ്യതയാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് ഈ പെൺകുട്ടിക്ക് കിട്ടിയ നിർദ്ദേശങ്ങളെല്ലാം, എന്തിന് ഇതുപോലെയുള്ള ഒരു വ്യക്തിയുമായിട്ട് ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്നു, നീ പിന്മാറുക. അവൾ ഈ മനുഷ്യനെയുമായിട്ട് ധ്യാനകേന്ദ്രത്തിൽ വന്നു. ധ്യാനകേന്ദ്രത്തിൽ വന്ന് ഈ പെൺകുട്ടി പ്രാർത്ഥിച്ചു. പെൺകുട്ടി പ്രാർത്ഥിച്ച് സഭയും പ്രിയപ്പെട്ടവരെ ഈ ഒരു വിവാഹത്തെക്കുറിച്ച് അയോഗ്യത കൽപ്പിക്കുമ്പോൾ അവൾ ചോദിച്ചൊരു ചോദ്യം ഇതായിരുന്നു, അച്ഛാ ഇത് ഈശോ എനിക്ക് നൽകിയതല്ലേ? അച്ഛാ എൻ്റെ ഇഷ്ടമുണ്ട്, പക്ഷേ ഈശോയുടെ ഇഷ്ടമല്ലേ അച്ഛാ എൻ്റെ ജീവിത പങ്കാളി? അച്ഛാ ഈശോയുടെ ഇഷ്ടമല്ലേ എൻ്റെ ജീവിത പങ്കാളി? പ്രിയപ്പെട്ടവരെ, അവിടെയാണ് അവളിൽ മാതാവ് രൂപപ്പെടുന്നത്. സ്വന്തം ഇഷ്ടങ്ങളെ മാറ്റിവെക്കാൻ തയ്യാറാകാത്തതല്ലേ നമ്മുടെ ജീവിതത്തിൽ രക്ഷാകര ഇടപെടൽ തടസ്സപ്പെടാൻ കാരണം? ഒന്ന്, അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ദൈവിക പദ്ധതിക്ക് നമ്മൾ നിന്നുകൊടുക്കുക. നമ്മൾ പലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളെ അബദ്ധമായിട്ടൊക്കെ എണ്ണാൻ പഠിക്കുന്നവരാണ്. ഈ ക്രിസ്മസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യം, അബദ്ധമായിട്ട് എണ്ണാതിരിക്കുക. ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യങ്ങളെയും അബദ്ധമായിട്ട് എണ്ണാതിരിക്കുക, മറിച്ച് സകലതിനെയും നീ വിശുദ്ധിയോടെ ദൈവപ്രമാണമനുസരിച്ച് ദൈവമാർഗത്തിലൂടെ നടന്നിട്ട്, പ്രിയപ്പെട്ട മകനെ മകളെ നീ ഓർക്കുക, എന്നിട്ടും നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെ നീ അബദ്ധമായിട്ടെണ്ണരുത്, അതിനെ ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടെണ്ണുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ട് എണ്ണാൻ തുടങ്ങുമ്പോൾ എനിക്ക് സകല അനുഭവങ്ങളുടെയും പിന്നിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ധ്യാനിക്കാൻ പറ്റും. അങ്ങനെ ധ്യാനിക്കുമ്പോൾ അതിൽ ദൈവം നൽകുന്ന രക്ഷാകര പദ്ധതി പൂർണ്ണമാകുവാൻ ദൈവം ഇടവരുത്തും. ഹല്ലേലൂയ. നമ്മൾ ഓർക്കണം, ഒരു വ്യക്തിക്ക്, മോശയ്ക്ക് ദൈവാനുഭവം ഉണ്ടാകുന്നത് നമ്മൾ ധ്യാനിക്കണം. വെറുതെ ആടുകളെ മേയിച്ച് നടക്കുന്നൊരു മനുഷ്യൻ, ആടുകളെ മേയിച്ച് നടക്കുമ്പോൾ എപ്പോഴോ അവൻ ഹോറബ് മലയിലെത്തി.
നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല, മോശ പോലും പ്രതീക്ഷിച്ചില്ല. അന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഹോറേബ് മലയിലെത്തുമെന്ന് മോശയുടെ ചിന്തയിൽ പോലുമില്ലായിരുന്നു. പക്ഷേ അവിടെയാണ് മോശയ്ക്ക് ദൈവാനുഭവം കിട്ടുന്നത്. എന്ന് വെച്ചാൽ മോശ ഹോറേബിലെത്തണമെന്നത് ദൈവിക പദ്ധതിയുടെ ഭാഗമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവ വെളിപ്പെടുത്തലുകൾക്ക് വിധേയപ്പെട്ട് നിൽക്കുക. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് അത് ദൈവകരങ്ങളിൽ നിന്ന് ഒന്നിനെ സ്വീകരിക്കാൻ പറ്റുന്നില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് പോപ്പിൾ മിഷൻ ധ്യാനത്തിൻ്റെ സമാപനത്തിൽ വൃദ്ധരായ ദമ്പതികളെ ആചരിക്കുന്ന ഒരു ശുശ്രൂഷ നടക്കുകയാണ്. വൃദ്ധരായ ദമ്പതികളെ ആചരിക്കുന്ന ശുശ്രൂഷ നടക്കുമ്പോൾ ഒരു അമ്മച്ചി, അല്പം തമാശയൊക്കെ പറയുന്നൊരു അമ്മച്ചിയാണ്. അപ്പോൾ ഈ ആചരിക്കുന്ന ശുശ്രൂഷ നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ അമ്മച്ചിയോട് ചോദിച്ചു, സ്റ്റേജിൽ നിന്ന് ചോദിച്ച ചോദ്യം ഇതാണ്: അമ്മച്ചി, ഇപ്പം 55 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് എന്ത് തോന്നുന്നു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ? ഉടനെ ഈ അമ്മച്ചി പൊട്ടിത്തെറിച്ചു, എൻ്റെ അച്ഛോ, അതെന്നാ വിവാഹം ഒരുക്കിയ മത്തായി എന്ന ബ്രോക്കർ പറ്റിച്ച പണിയാണ്. ഓർക്കുക, വിവാഹത്തിൻ്റെ 55 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴും അത് ദൈവിക പദ്ധതിയുടെ ഭാഗമായി കാണാൻ പറ്റുന്നില്ല. അത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് കാണാൻ പറ്റുന്നില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന അപകടങ്ങൾ അവിടെയാണ് ആരംഭിക്കുന്നത്. ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് കാണുക. ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നും അവിചാരിതമായി അബദ്ധമായിട്ട് എണ്ണാതിരിക്കുക. ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി എണ്ണാൻ തുടങ്ങുക. വീണ്ടും മറിയത്തിൽ മാത്രം ധ്യാനം അവസാനിപ്പിക്കരുത്. ജോസഫിനെ നമ്മൾ പുതിയ നിയമത്തിൽ പരിചയപ്പെടുമ്പോൾ വചനം പറയുക, ജോസഫ് ഇതിനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്താ ജോസഫിൻ്റെ ആലോചന? ദൈവം ഒരുക്കി നിർത്തിയ പെണ്ണിനെ അങ്ങ് ഉപേക്ഷിച്ചേക്കാം. ഇതാ ജോസഫിൻ്റെ ആലോചന. ഏതൊരാളിലും കടന്നു വരുന്നൊരു ആലോചനയാണ്. അവൾ ഇതാ ഗർഭവതിയാണെന്ന് അറിയുന്ന ജോസഫിൽ മാനുഷിക ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നൊരു ഉത്തരവിധാണ്, രഹസ്യത്തിൽ അവളെ ഉപേക്ഷിച്ചേക്കാം. പ്രിയപ്പെട്ടവരെ, അവൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. അവൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ഒരാളുടെ ആലോചനയിൽ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെടണമെങ്കിൽ ആ വ്യക്തി ആലോചന ചോദിച്ചത് ദൈവത്തോടായിരിക്കണം. വലതുകരം ഉയർത്തി, സ്വരം ഉയർത്തി, ഹാലേലൂയ, ഹാലേലൂയ. എന്ന് വെച്ചാൽ എൻ്റെ വിവാഹ ജീവിതത്തിലെ ഈ പ്രശ്നത്തിൽ ദൈവത്തിന് എന്ത് പറയാനുണ്ട്? എൻ്റെ വിവാഹ ജീവിതത്തിലെ ഈ പ്രശ്നത്തിന് ദൈവത്തിന് എന്ത് പറയാനുണ്ട്? ദൈവസ്വരത്തിന് വിധേയപ്പെടുന്ന ഔസേപ്പ്. ദൈവത്തോട് ആലോചന ചോദിച്ചില്ലായിരുന്നുവെങ്കിൽ കഥ എന്താകുമായിരുന്നു? ഉദാഹരണത്തിന്, ഔസേപ്പ് പിതാവ് പിറ്റേ ദിവസം പണിസ്ഥലത്ത് ചെന്നു. മരപ്പണിക്കാരനാണ്. പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടുകാരോട് ചോദിച്ചു, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ് 2 മാസം ഗർഭിണിയാണ്, എന്ത് ചെയ്യണം? ഈ ചോദ്യം കൂട്ടുകാരോടാണ് ചോദിച്ചിരുന്നതെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, എന്തായിരുന്നു ഉത്തരം? ഇന്ന് നമ്മൾ ഒരു പ്രശ്നത്തിൽ ഉത്തരം അന്വേഷിക്കുന്ന ഇടങ്ങൾ മാറിപ്പോകുന്നു എന്നതാണ് രക്ഷാകര ഇടപെടൽ കടന്നു വരാത്തതിന് കാരണം. വിവാഹമോചനം കിട്ടിയ ഒരു പെൺകുട്ടി കഴിഞ്ഞ ദിവസമാണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, അച്ഛാ, എൻ്റെ പ്രശ്നത്തിൽ, എൻ്റെ വിവാഹ ജീവിതത്തിലെ പ്രശ്നത്തിൽ ഞാൻ ഉത്തരം അന്വേഷിച്ചത് എൻ്റെ മാതാപിതാക്കളുടെ അടുത്താണ്. വേദനയോടൊരു കാര്യം പറയട്ടെ, ഈ രാത്രിയിൽ നിങ്ങൾ ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരുപാട് മക്കളുടെ വിവാഹ ജീവിതത്തിൽ തെറ്റായ സ്വരം പറയുന്നവരായി മാതാപിതാക്കൾ മാറുന്നില്ലേ? ഇന്ന് വരുന്ന വിവാഹമോചന കേസുകളിൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു വേദനാജനകമായ അനുഭവം ഇതാണ്. എത്രയോ ദാമ്പത്യ ജീവിതത്തെ ദൈവപദ്ധതിയിൽ നിന്ന് മാറ്റുവാൻ മാതാപിതാക്കളുടെ തെറ്റായ ഇടപെടൽ കാരണമാകുന്നു. അതിനാൽ ഈ രാത്രിയിൽ വചനം കേൾക്കുന്ന ഏതൊരു വ്യക്തിയും ഓർക്കുക, നിന്റെ പ്രശ്നത്തിൽ ദൈവത്തിന് എന്ത് പറയാനുണ്ട്? ഔസേപ്പിതാവ് എടുത്ത തീരുമാനമിതാ, ദൈവത്തിന് എന്ത് പറയാനുണ്ട് എന്ന് ഔസേപ്പിതാവ് ആരാഞ്ഞു. അവൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ഉത്തരം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു, കൂട്ടുകാരോടാണ് ചോദിച്ചിരുന്നതെങ്കിൽ പല ഉത്തരം വന്നാണ്. പക്ഷേ ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, അവളെ സ്വീകരിക്കുക. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിലൊരു പ്രശ്നത്തിൽ ദൈവത്തിന് എന്ത് പറയാനുണ്ട്? എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചൊരു അനുഭവമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയൊരു അനുഭവം. ആ അനുഭവം മറ്റൊന്നുമല്ല. ഒരു ദിവസം ഒരു സഹോദരി 5 വയസ്സുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് കയറി വന്നു. എന്നോട് ചോദിച്ചു, അച്ഛൻ വർഗീസ് അച്ഛനല്ലേ? ഞാൻ പറഞ്ഞു, അതെ. അച്ഛന് ഞങ്ങളെ ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്കത്ര പരിചയമില്ല. അച്ഛാ, ഞങ്ങൾ പറയാം. അച്ഛാ, 5 വർഷം മുമ്പ് ഞങ്ങൾ അച്ഛൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്.
അവർ ആ സംഭവം പറഞ്ഞു. ആ സംഭവം ഇതാണ്: ഈ സഹോദരിയും ഭർത്താവും അവർക്ക് രണ്ടാമത്തെ കുട്ടി ജനിക്കുന്ന സമയം, രണ്ടാമത്തെ കുട്ടിയെ ഉദരത്തിൽ വഹിക്കുന്ന സമയം ഡോക്ടേഴ്സ് പറഞ്ഞു മറ്റൊരു ഗർഭധാരണത്തിന് ഇനി ശ്രമിക്കരുത്. രണ്ടാമത്തെ കുട്ടിയുടെ പ്രസവം കഴിയുമ്പോൾ ഡോക്ടേഴ്സ് കൊടുക്കുന്ന ഏറ്റവും സ്ട്രിക്റ്റായ നിർദ്ദേശം ഇതാണ്: ഇനി ഒരു ഗർഭധാരണം അസാധ്യമാണ്, ഇനി ശ്രമിക്കരുത്. രണ്ടാമത്തേത് തന്നെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു, ശ്രമിക്കരുത്. ഇത് പറഞ്ഞ് ഡോക്ടേഴ്സ് ഇവരെ അയച്ചു, ഈ സഹോദരി അയച്ചു. ഈ സഹോദരിയുടെ ഭർത്താവ് വിദേശത്തായിരുന്നു, വിദേശത്തു നിന്ന് വന്നു. ഈ സഹോദരി മൂന്നാമതും ഗർഭവതിയാകുന്നു. മൂന്നാമതും ഗർഭവതിയാകുമ്പോൾ ഡോക്ടേഴ്സ് ഇങ്ങനെ പറഞ്ഞിരുന്നത് കൊണ്ട് ഇവർ സ്വാഭാവികമായിട്ടും ആ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാം. ഇവർക്ക് ഭയമായി. ഇത് പറഞ്ഞിരുന്നതാണ്, പക്ഷേ സംഭവിച്ചു പോയി. ഇവർ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഈ സഹോദരിയുടെ ഭാഷ ഇതാണ്: അച്ഛാ, ഈ ഡോക്ടർ എന്നെ കളിയാക്കുക മാത്രമല്ല, എന്നെ വഴക്ക് പറഞ്ഞു, നിൻ്റെ കുഴപ്പമാണ്, നീയാണ് ശ്രദ്ധിക്കേണ്ടിയിരുന്നത്, നിന്നോടാണ് പറഞ്ഞു വിട്ടിരുന്നത്, ഇനി ഒരിക്കലും മൂന്നാമതൊരു ഗർഭധാരണത്തിന് തയ്യാറാകരുതെന്ന്. ഞങ്ങൾക്കിതിലൊന്നും പറയാനില്ല, ഞങ്ങൾ പറയേണ്ടതെന്ന് പറഞ്ഞതാണ്. ഡോക്ടേഴ്സ് ശക്തമായ സഹാരം. ഈ പെൺകുട്ടി അവർ ചോദിച്ചു എന്ത് ചെയ്യണം? ഒറ്റ ഉത്തരവേ ഉള്ളൂ: ഈ കുഞ്ഞിനെ അങ്ങ് നശിപ്പിക്കുക. ഒറ്റ ഉത്തരവേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാൻ: ഈ കുഞ്ഞിനെ നിങ്ങൾ ഏറ്റവും അടുത്ത നിമിഷങ്ങളിൽ ഇത് വേണ്ട എന്ന് വയ്ക്കുക. ഇവർക്ക് ഒരിക്കലും പ്രാർത്ഥിച്ച് നടക്കുന്ന, ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഈ രണ്ട് സഹോദരങ്ങൾക്ക് ഒരിക്കലും മെഡിക്കൽ സയൻസിനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ ഇവർ കോട്ടയാശ്രമത്തിൽ കയറി വന്നു. ഇവർ വന്ന് വാ തുറന്നപ്പോൾ എന്നോട് പറഞ്ഞ ആദ്യത്തെ കാര്യം ഇതാ: അച്ഛാ, ഡോക്ടേഴ്സ് അങ്ങനെ പറഞ്ഞിട്ടും ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഉദരത്തിൽ കിടക്കുന്ന കൊച്ചിനെ നിങ്ങൾ അബദ്ധമായിട്ട് കാണരുത്. ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളെ അബദ്ധമായിട്ട് കാണുന്നതാണ് ആ പ്രശ്നത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റാതെ പോകുന്നതിന് കാരണം. അബദ്ധമായിട്ട് കാണാതിരിക്കുക. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്, ഉദരഫലം അനുഗ്രഹമാണെന്ന് ദൈവം പറയുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ കുഞ്ഞ് ദൈവത്തിൻ്റെ അറിവ് കൂടാതെ വന്നൊരു കുഞ്ഞല്ല. നിങ്ങളുടെ ഉദരത്തിൽ കിടക്കുന്ന ഈ കുഞ്ഞ് ദൈവത്തിൻ്റെ അറിവ് കൂടാതെ വന്നൊരു കുഞ്ഞല്ല. അതുകൊണ്ട് ഈ കുഞ്ഞിന് ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടാകും. അത് പറയുമ്പോൾ അവരെന്നോട് പറഞ്ഞു: അച്ഛാ, ഞങ്ങളിവിടെ കൗൺസിലേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് വന്നതാ. അച്ഛാ, ഇത് കോംപ്ലിക്കേറ്റഡ് ആണെന്നാണല്ലോ കൗൺസിലേഴ്സും പറയുന്നത്. പൗരോഹിത്യത്തിൻ്റെ ആദ്യ നാളുകളിൽ നിൽക്കുന്ന എനിക്ക് ദൈവമേ, എനിക്ക് പറയാനുള്ളത് സഭയുടെ പഠനമാണല്ലോ, എനിക്ക് പറയാനുള്ളത് വചനമാണല്ലോ, എനിക്ക് നീ പരിശുദ്ധാത്മ വെളിപ്പെടുത്തൽ നൽകുന്നില്ല എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ ദുഃഖമായിട്ട് പേറുന്നുണ്ട്. കാരണം എനിക്ക് പ്രത്യേകിച്ച് പരിശുദ്ധാത്മ വെളിപ്പെടുത്തൽ പറയാനില്ല. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യമുണ്ട്. എന്താണ് യേശുവിന് പറയാനുള്ളത്, എന്താണ് സഭയ്ക്ക് പറയാനുള്ളത്? ഞാനിത് പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നത് വിശുദ്ധ കുർബാനയിലാണ്. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇത് തുടരാൻ തീരുമാനിച്ചെടുക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന ഡോക്ടറെ പോയെന്ന് കാണ്. ഞാൻ പറഞ്ഞതനുസരിച്ചു ഇവർ ആ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് വന്നു. ഡോക്ടറിൻ്റെ അടുത്ത് വന്നപ്പോൾ ഈ ഡോക്ടർ ഇവരോട് പറഞ്ഞു: നിങ്ങൾക്ക് ഇത് കോംപ്ലിക്കേറ്റഡ് ആണ്, ശരിയാണ്, പക്ഷെ നമുക്കിത് തുടർന്നു കൊണ്ടുപോകാം. അച്ഛാ, ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞു ഇത് തുടർന്നു കൊണ്ടുപോകാമെന്ന്. അച്ഛാ, എന്നിട്ടും ഡോക്ടേഴ്സ് കൂട്ടിച്ചേർത്തു, അപകടം മാറിയിട്ടില്ല. ഞാൻ പറഞ്ഞു: സഹോദരങ്ങളെ, ഞാൻ വിശ്വസിക്കുന്നത് വിശുദ്ധ കുർബാനയിലാണ്. എൻ്റെ വിശുദ്ധ കുർബാനയിൽ നിങ്ങളുണ്ടാകും, നിങ്ങളുടെ ഈ കണ്ണുനീരുണ്ടാകും. നിങ്ങൾ ഒരു കാര്യം മാത്രം ഓർക്ക്: ഒരുപാട് പേര് മക്കളില്ലാതെ നൊമ്പരപ്പെട്ട് നിൽക്കുമ്പോൾ കിട്ടിയ കുഞ്ഞിനെ അബദ്ധമായിട്ട് എണ്ണാതിരിക്കുക. പ്രിയപ്പെട്ടവരെ, 5 വർഷങ്ങൾക്ക് ശേഷം ഒരു മിടുക്കി പെൺകുട്ടി കയ്യിൽ തൂങ്ങി ആ അമ്മയുടെ അടുത്ത് നിൽപ്പുണ്ട്. 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കലും സാധ്യതയില്ല, നശിപ്പിച്ച് കളഞ്ഞേക്കാൻ പറഞ്ഞ കുട്ടിയാണ് ഇപ്പോൾ ഈ അമ്മയുടെ കയ്യിൽ തൂങ്ങി നിൽക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് വെച്ചാൽ എന്താ സംഭവിച്ചത്? സംഭവിച്ച കാര്യം ഇതാണ്: ആ കുടുംബത്തിൽ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു പ്രശ്നം കടന്നു വന്നപ്പോൾ അവർ ദൈവത്തിനെന്ത് പറയാനുണ്ട് എന്നവർ ചിന്തിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുക. ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടിന്മേൽ നിൽക്കുമ്പോൾ, ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ കൈവരിച്ച് പിടിക്കുമ്പോൾ ദൈവം സംസാരിക്കും. വലതുകരം ഉയർത്തി, സ്വരമുയർത്തി, ഹല്ലേലൂയ. ഇത് നമ്മൾ ഓർക്കണം. പരിശുദ്ധാമ്മ, ആദ്യത്തെ അത്ഭുതം ഒരു കുടുംബത്തിലാണ് നടക്കുന്നത്. ആദ്യത്തെ അത്ഭുതം നടക്കുമ്പോൾ കാനായിലെ കുടുംബത്തിൽ വീഞ്ഞു തീർന്നു പോയി എന്നൊരു വചനമുണ്ട്. അവിടെ പരിശുദ്ധാമ്മ പറയുന്നൊരു വചനം മാത്രം ധ്യാനിക്കണം: അവൻ പറയുന്നത് കേൾക്ക്. ആ കുടുംബത്തിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പം നമ്മുടെ കുടുംബത്തിൽ ഒരു മകളുടെ വിവാഹ നിശ്ചയം നടന്നു.
ബാങ്കിൽ നിന്ന് ഒരു ലോണ് കിട്ടുമെന്ന് പറഞ്ഞു, പക്ഷേ സമയമെടുത്തപ്പോൾ അത് കിട്ടുന്നില്ല. എന്തോരം പ്രതിസന്ധി ഉണ്ടാകും നമുക്ക്. ആ പ്രതിസന്ധി കടന്നു വരുമ്പോൾ ഇപ്പോൾ അളിയൻ വന്നിട്ട് പറയും, അയൽപക്കക്കാരൻ വന്നിട്ട് പറയും, നമുക്ക് ഇന്നത് ചെയ്യാം, ഇന്നിടത്തു നിന്ന് മേടിക്കാം, പലിശയ്ക്ക് മേടിക്കാം, ഞാൻ തരാം കുറച്ച്. പലരും ഉത്തരം പറയും. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ടാകുമ്പോൾ പല ഭാഗങ്ങളിൽ നിന്ന് ഉത്തരം കടന്നു വരും, പല ഭാഗങ്ങളിൽ നിന്ന് ഉത്തരം കടന്നു വരും. അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകം 37 ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. എന്താ ഓർമ്മിപ്പിക്കുന്നത്? ഗോപുരത്തിലേക്ക് നോക്കാതെ നിന്റെ ഹൃദയത്തിലേക്ക് നോക്കുക, ഹൃദയം പറയുന്നത് കേൾക്കുക. എന്ന് വെച്ചാൽ ഹൃദയത്തിൽ ആരായിരിക്കുന്നത്? ദൈവം ഇരിപ്പുണ്ട്. ഹൃദയത്തിൽ ദൈവം വസിക്കുന്നിടവോ ആ ഹൃദയം. അപ്പോൾ ഓർക്കുക, കാനായിലെ കുടുംബത്തിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ പലരും പറഞ്ഞു, ഒരു ചേട്ടൻ വന്ന് പറഞ്ഞു കാണും, എൻ്റെ വീട്ടിൽ എൻ്റെ മകൻ്റെ കല്യാണത്തിന് ഉണ്ടാക്കി വെച്ച് വീഞ്ഞിരിപ്പുണ്ട്, അതെടുത്തുകൊണ്ട് പോയി കൊടുക്കുക, സമയമാകുമ്പോൾ എനിക്ക് മേടിച്ചു തന്നാൽ മതി. വേറൊരാൾ പറഞ്ഞു കാണും, ഇന്ന കടയിൽ പോയി മേടിക്കാം. പക്ഷേ മറിയം പറഞ്ഞു, അവൻ പറയുന്നത് കേൾക്ക്. യേശുവും പറഞ്ഞു അതിൻ്റെ കൂട്ടത്തിൽ എന്തോ. എന്ന് വെച്ചാൽ അവൻ പറഞ്ഞത് കേൾക്കാൻ പറയുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകും. നമുക്കറിയാം, നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പലരും പലതും പറയും. അപ്പോൾ യേശുവും അവിടെ പറഞ്ഞിട്ടുണ്ട്. യേശുവും പറഞ്ഞത് എന്താ? ഭരണികളിൽ വെള്ളം നിറയ്ക്കുക. ഇതുവരെ അവരുടെ ചരിത്രത്തിൽ കാണാത്തൊരു കാര്യമാണ് ഭരണികളിൽ നിറച്ച വെള്ളം വീഞ്ഞായത്. പക്ഷേ മറിയം പറയുന്നത് എന്താ? അവൻ പറഞ്ഞത് കേൾക്കുക, അവൻ പറഞ്ഞത് കേൾക്കുക. പ്രിയപ്പെട്ടവരെ, അവൻ പറഞ്ഞത് കേട്ടതാണ്, അവൻ പറഞ്ഞത് കേട്ടതാണ് ഇതാ ആ കുടുംബം അത്ഭുതം അനുഭവിക്കാൻ കാരണമാകുന്നത്. ഇവിടെ നമ്മൾ ധ്യാനിക്കേണ്ട കാര്യം ഇതാ, ഈ രാത്രിയിൽ വചനത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന എല്ലാ മക്കളും ഒന്ന് ഹൃദയത്തോട് കരം ചേർത്ത് പിടിക്കുക. എന്നിട്ട് നിൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ, നിൻ്റെ കുടുംബത്തിൽ ദൈവം പറയുന്നത് കേൾക്കുന്നുണ്ടോ? നിൻ്റെ സമർപ്പണ ജീവിതത്തിൽ, നിൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ദൈവം പറയുന്നത് കേൾക്കുന്നുണ്ടോ? എങ്കിൽ ഒരു കാര്യം ഉറപ്പാ, നിന്നിലൂടെ രക്ഷാകര ഇടപെടൽ കടന്നു വരും. നിൻ്റെ ജീവിതത്തിൽ ക്രിസ്മസിന് അർത്ഥമുണ്ടാകും. നിൻ്റെ ജീവിതത്തിന് വേണ്ടിയാണ് ക്രിസ്മസ്. ദൈവഹിതത്തിന് സമ്മതം കൊടുക്കുന്നതിൻ്റെ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നിന്നു കൊടുക്കുന്നതിൻ്റെ ആഘോഷമാണ് ക്രിസ്മസ്. അതിനാൽ ആ ഒരു കൃപയ്ക്കും ആ ഒരു പരിശുദ്ധാത്മാഭിഷേകത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. ആ ഒരു പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. ഈ അടുത്ത നാളിൽ ഒരു കുഞ്ഞ് ജനിച്ച അന്ന് മുതൽ മാംസപിണ്ഡം പോലെ കിടക്കേണ്ടി വരുന്നൊരു കുഞ്ഞിൻ്റെ മാതാപിതാക്കളെ കണ്ടു. ഈ കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് പോപ്പുലേഷൻ ധ്യാനത്തിലെ വീട് സന്ദർശനമാണ്. ധ്യാനത്തിന് ആ ഇടവകയിൽ ചെന്നപ്പോഴൊക്കെ ഇത്ര സന്തോഷിച്ച് നടക്കുന്ന, ഇത്ര ദേവാലയത്തോട് ചേർന്ന് നടക്കുന്ന ഒരു അപ്പനെ ഞാൻ കണ്ടിട്ടില്ല. ഒരു നല്ല ചെറുപ്പക്കാരനായ ഒരു ഉദ്യോഗസ്ഥൻ. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴാണ് എൻ്റെ ചിന്തകൾ, ഇദ്ദേഹത്തെക്കുറിച്ചുള്ള സകല സങ്കല്പങ്ങളും മാറിയത്. ഞാൻ ഓർത്തു, ഈ മനുഷ്യൻ ഒരുപാട് സന്തോഷവും അനുഗ്രഹവും ഉള്ളതുകൊണ്ടാണ് ഇദ്ദേഹം ചിരിച്ചു നടക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ 14 വയസ്സായ മാംസപിണ്ഡം പോലെ നടക്കുന്നൊരു കൊച്ച്. ഈ കൊച്ചിനെ എൻ്റെ കൈകളിൽ കാണിക്കുമ്പോൾ ഞാൻ എന്ത് പറഞ്ഞ് പ്രാർത്ഥിക്കും? ഞാൻ ചോദിച്ചു, എന്താ പ്രാർത്ഥിക്കേണ്ടത് അച്ഛാ? 14 വർഷം മുമ്പ് ഈ കുഞ്ഞ് എൻ്റെ ഭാര്യയുടെ ഉദരത്തിൽ വന്നപ്പോൾ ഇത് ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അച്ഛാ, ഒരു കാര്യം മാത്രം പ്രാർത്ഥിച്ചാൽ മതി. എന്നും ഞങ്ങളുടെ ഈ കുഞ്ഞ് ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന് തിരിച്ചറിയാനുള്ള കൃപയ്ക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ നമ്മൾ വചനം കേൾക്കുകയായിരുന്നു. ഈ രാത്രിയിൽ വചനം കേട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിധേയപ്പെടുക. ഇതാ ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം നിറവേറ്റാനല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. അതിനാൽ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ മണിക്കൂറിൽ വചനം കേൾക്കുകയായിരുന്നു. ദൈവഹിതത്തിന് വിധേയപ്പെടുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38:1. ആ ദിവസങ്ങളിൽ ഹെസക്കിയ രോഗിയായി, അവന് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി, നിൻ്റെ ഭവനത്തെ ക്രമീകരിക്കുക, എന്തെന്നാൽ ഈ രോഗത്തിൽ നീ മരിക്കും. ഉടനെ ഹെസക്കിയ കർത്താവിലേക്ക് തിരിഞ്ഞു. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ വിശ്വസ്തയോടെ ഞാൻ നിൻ്റെ മുമ്പിൽ വ്യാപരിച്ചിരുന്നുവെന്നും നിനക്ക് പ്രീതികരമായത് മാത്രമാണ് ഞാൻ ചെയ്തതെന്നും നീ ഇപ്പോൾ ഓർക്കണേ. അനന്തരം ഹെസക്കിയ ഉള്ളുനൊന്ത് കരഞ്ഞു. അവൻ്റെ കണ്ണുനീര് കർത്താവ് ദർശിച്ചു. ഈ മണിക്കൂറിൽ ഇതാ ഓരോ പ്രശ്നങ്ങളിൽ നിൽക്കുന്ന മക്കളോട് തമ്പുരാൻ പറയുന്നു, ദിവ്യകാരുണ്യത്തിലേക്ക് തിരിയാൻ. ഹെസക്കിയ തിരിഞ്ഞതുപോലെ കർത്താവിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുക. ദൈവമേ, നിൻ്റെ വഴിയിലൂടെയാണ് നടക്കുന്നത്. നീ എൻ്റെ ജീവിതത്തെ തൊടണേ, നീ എൻ്റെ ജീവിതത്തെ ഏറ്റെടുക്കണേ, നിൻ്റെ വഴിയിലൂടെ നടക്കാൻ കൃപ നൽകണേ. നമുക്ക് ദിവ്യകാരുണ്യ നമ്മുടെ മധ്യത്തിലേക്ക് ക്ഷണിച്ച് നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്. ഈ മണിക്കൂറിൽ ദിവ്യകാരുണ്യ ഈശോ നമ്മെല്ലാവരെയും തൊടാൻ, നമ്മളെല്ലാവരെയും വിശുദ്ധീകരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ആരാധന ഗീതത്തോട് ചേർന്ന് ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിച്ച് പ്രാർത്ഥിക്കാം. ഈശോയിൽ സ്നേഹമുള്ള ദൈവമക്കളെ, കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ വചനം കേൾക്കുകയായിരുന്നു. പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ ദൂതനോട് പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി,
നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഈ മണിക്കൂറിൽ ഇതാ ദൈവത്തിൻ്റെ സ്വരത്തിന് വിധേയപ്പെടാൻ പരിശുദ്ധാത്മാവ് നമ്മളോട് ആവശ്യപ്പെടുന്നു. നമുക്ക് കരങ്ങൾ ഒരു നിമിഷം ഹൃദയത്തോട് ചേർക്കാം. ഈ ആരാധനയിൽ ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മെ പൂർണ്ണമായി സമർപ്പിക്കാം. ഈ മണിക്കൂറിൽ പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരുന്ന വചനവിധാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38 അധ്യായം 1 തിരുവചനം. ആ ദിവസങ്ങളിൽ ഹെസക്കിയ രോഗിയാവുകയും മരണത്തോടടുക്കുകയും ചെയ്തു. ആമോസിന്റെ പുത്രനായ യെശയ്യാ പ്രവാചകൻ അവനെ സമീപിച്ച് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ ഭവനം ക്രമപ്പെടുത്തുക, എന്തെന്നാൽ നീ മരിക്കും, നീ സുഖം പ്രാപിക്കുകയില്ല. ഹെസക്കിയ ചുമരിൻ്റെ നേരെ തിരിഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ വിശ്വസ്തയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അങ്ങയുടെ മുമ്പിൽ വ്യാപരിച്ചിരുന്നുവെന്നും അങ്ങേക്ക് പ്രീതികരമായത് എപ്പോഴും അനുവർത്തിച്ചുവെന്നും അങ്ങിപ്പോൾ അനുസ്മരിക്കണമേ. അനന്തരം ഹെസക്കിയ വേദനയോടെ കരഞ്ഞു. അപ്പോൾ യെശയ്യായ്ക്ക് വീണ്ടും അരുളപ്പാടുണ്ടായി, ഇതാ ഹെസക്കിയായോട് പറയുക, നിന്റെ കണ്ണുനീര് ഞാൻ ദർശിച്ചു, നിന്റെ പ്രാർത്ഥനയുടെ സ്വരം ഞാൻ കേട്ടു. 15 വർഷം കൂടി നിന്റെ ആയുസ് ഞാൻ ദീർഘിപ്പിച്ചു തരുന്നു. ഹെസക്കിയ രോഗിയായപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട്, ആ രോഗത്തിൽ ദൈവത്തിന് എന്ത് പറയാനുണ്ട്, ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് എന്ന് ഹെസക്കിയ അന്വേഷിച്ചു. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് ദിവ്യകാരുണ്യ ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ ദിവ്യകാരുണ്യത്തിലേക്ക് തിരിഞ്ഞു നിൽക്കാൻ പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ എല്ലാ മക്കളോടും ഗ്ലോറിയായിലൂടെ വചനം കേട്ട് ഈ മണിക്കൂറിൽ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ, ദിവ്യകാരുണ്യ ഇടപെടൽ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ. നമുക്ക് കരങ്ങൾ കൂപ്പി ഈശോയെ സ്വീകരിച്ച് ആരാധന ഗീതത്തോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവോസ്തിയിൽ നിന്നെ കാണുന്നു, നിനക്കാരാധന. എൻ്റെ സ്നേഹം നൽകിയിടും നാഥ, ഞാൻ നിനക്കാരാധന. തിരുവോസ്തിയിൽ നിന്നെ കാണുന്നു, നിനക്കാരാധന. എൻ്റെ സ്നേഹം നൽകിയിടും നാഥാ, ഞാൻ നിനക്കാരാധന. ആരാധന, ആരാധന, ആരാധന യേശുനാഥ. ആരാധന, ആരാധന, ആരാധന യേശുനാഥ. ആരാധന, ആരാധന, ആരാധന യേശുനാഥ. ആരാധന, ആരാധന, ആരാധന യേശുനാഥ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ ഈശോയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, വചനം ഈ രാത്രിയിൽ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുക. നിങ്ങളുടെ ആകുലതകളെല്ലാം നിങ്ങൾ അവിടുത്തെ ഏൽപ്പിക്കുക. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഈശോയെ, ഈ മണിക്കൂറിൽ ഞാനിപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നത്തിൽ നിന്നുകൊണ്ട്, വേദനയിൽ നിന്നുകൊണ്ട്, നൊമ്പരങ്ങളിൽ നിന്നുകൊണ്ട് ഞാൻ നിന്നെ ആരാധിക്കുന്നു. ഈശോയെ, ഈ മണിക്കൂറിൽ ഈ ആരാധനയിൽ നിൽക്കുന്ന എല്ലാ മക്കളെയും ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യ ഈശോയെ, സകല മക്കളോടും ചേർന്ന്, ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന സകലരോടും ചേർന്ന് ഞങ്ങൾ അങ്ങയെ ആരാധിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. നമുക്ക് ചേർന്ന് ഈശോയെ ആരാധിച്ച് പ്രാർത്ഥിക്കാം.
പൂർണ്ണാത്മാവോടെയും ഈശോയെ ആരാധിക്കുന്നു. പൂർണ്ണ മനസ്സോടെയും പൂർണ്ണാത്മാവോടെയും പൂർണ്ണ മനസ്സോടെയും സർവശക്തിയാലേ നിത്യം ആരാധിച്ചിടും. സർവശക്തിയാലേ നിത്യമാരാധിച്ചിടും. കരങ്ങൾ ഉയർത്തി നമുക്ക് ഈശോയെ ആരാധിച്ച് പ്രാർത്ഥിക്കാം. ആരാധന ആരാധന ഈശോയെ സമർപ്പിക്കുന്നു. ആരാധന ഈശോ ഇപ്പോൾ തന്നെ സൗഖ്യം. യേശുനാഥ ആരാധന ഈശോയെ ആരാധന ആരാധന യേശുനാഥ. ഹല്ലേലൂയ പാടി നമുക്ക് ഈശോയെ ആരാധിക്കാം. ഹല്ലേലൂയ ഈശോയെ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുനാഥ. ഈശോയിലേക്ക് നോക്കി ഹല്ലേലൂയ 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 യേശുനാഥ. ഈശോയുടെ കരങ്ങളിലേക്ക് എല്ലാ നൊമ്പരങ്ങളും സമർപ്പിച്ച് ഈശോയെ സമർപ്പിക്കുന്നു. ഈ രാത്രിയിൽ വേദനയോടെ നിൽക്കുന്ന, ഈ രാത്രിയിൽ നൊമ്പരത്തോടെ നിൽക്കുന്ന, ഈ രാത്രിയിൽ ഈശോയെ മാത്രം നോക്കി നിൽക്കുന്ന, ഈശോയിലേക്ക് നോക്കി നിൽക്കുന്ന സകലരെയും ഈശോയെ സമർപ്പിക്കുന്നു. അഭിഷേകം ഒഴുകട്ടെ, ശക്തി ഒഴുകട്ടെ. ചേർന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ കൃപ നിറയ്ക്കണേ, വിശുദ്ധി നിറയ്ക്കണേ. ഈശോയെ ദൈവസ്വരം നൽകി അനുഗ്രഹിക്കണേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഈശോയെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകണേ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വരം ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. അഭിഷേകത്തിന്റെ ശക്തി ഒഴുകട്ടെ. ഈശോയെ ഏറ്റെടുക്കണമേ. ഈശോയെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രിയിൽ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന, ഈ രാത്രിയിൽ ഈശോയെ ആരാധിക്കുന്ന എല്ലാവരെയും ഈശോയെ ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ഓരോ കുടുംബവും ഓരോ വ്യക്തിയും അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ ഈശോയെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ, ദൈവസ്നേഹത്തിൻ്റെ, ദൈവകരുണയുടെ ഇടപെടൽ കടന്നു വരാൻ പ്രാർത്ഥിക്കുന്നു. ഇതാ പരിശുദ്ധ അമ്മയെ സ്തുതിച്ചുകൊണ്ട് എലിസബത്ത് പറഞ്ഞു, ദൈവം പറഞ്ഞ കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ മണിക്കൂറിൽ ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം. ഇപ്പോൾ വചനം പറയുന്നുണ്ട്, ആ വചനം കേട്ട് മറിയം അസ്വസ്ഥയായി. 2 സ്ഥലങ്ങളിലാണ് സുവിശേഷത്തിൽ ഈ വാക്ക് പ്രധാനമായും പ്രത്യക്ഷപ്പെടുന്നത്. ഒന്ന്, വചനം കേട്ട മറിയം അസ്വസ്ഥപ്പെട്ടു. 2, യോഹന്നാൻ 12 ഈശോ പറഞ്ഞു, പിതാവേ, ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു, ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഇതാ ദൈവത്തിൻ്റെ പദ്ധതിയുടെ കീഴിൽ നിന്ന് കൊടുക്കുമ്പോഴാണ്, ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിൽ നിന്ന് കൊടുക്കുമ്പോഴാണ് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പറ്റുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇതാ നമ്മൾ കാണുന്നത് ഇതാണ്. പത്രോസ് ശ്ലീഹ ഈശോയുടെ മരണത്തിന് ശേഷം അവരുടെ ജീവിതത്തിൽ ആകുലത കടന്നു വന്നപ്പോൾ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. മറ്റു ശിഷ്യന്മാരും കൂടെ കൂടി. എന്നാൽ അവര് ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചു കഴിയുമ്പോഴും ഒന്നും കിട്ടുന്നില്ല. കാരണം ഇതാണ്
ഈശോ അവരോട് പറഞ്ഞിരുന്നു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. ഈശോ അവരെ വിളിച്ചത് മീൻ പിടിക്കാനല്ല, മനുഷ്യരെ പിടിക്കാനാ. എന്നാൽ ദൈവം അരുത് എന്ന് പറഞ്ഞ കാര്യം, ദൈവം പോകരുത് എന്ന് പറഞ്ഞ ഇടത്തേക്ക് അവർ പോയി. ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞ പ്രവൃത്തി അവർ ചെയ്തു. എന്ത് സംഭവിച്ചത് ഒരു രാത്രിയിലെ അധ്വാനം പാഴായി പോകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റാത്തതിന് കാരണം ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് മാറുന്നു. ആകുലത നമ്മളെ മാറ്റുന്നു. അതുകൊണ്ടാണ് പിന്നീട് പത്രോസിൽ എഴുതി വയ്ക്കുന്നത്, കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴെ താഴ്മയോടെ നിൽക്ക്, നിങ്ങളുടെ ആകുലത അവിടുത്തെ ഏൽപ്പിക്ക്, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ദിവ്യകാരണത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്ക്. ഇതാ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. ഈ വചനം കേട്ട് അവൾ അസ്വസ്ഥപ്പെട്ടു. ഇപ്പോൾ ഈ രാത്രിയിൽ പ്രിയപ്പെട്ട മകനെ, മകളെ, നീ അനുഭവിക്കുന്ന അസ്വസ്ഥതയിൽ ദൈവത്തിന് ചിലത് പറയാനുണ്ട്. നീ അനുഭവിക്കുന്ന പ്രശ്നത്തിൽ ദൈവത്തിന് ചിലത് പറയാനുണ്ട്. നീ അനുഭവിക്കുന്ന രോഗത്തിൽ ദൈവത്തിന് ചിലത് പറയാനുണ്ട്. കാനായിലെ കുടുംബത്തിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ മറിയം പറഞ്ഞു, അവൻ പറയുന്നത് കേൾക്കുക, അവൻ പറയുന്നത് കേൾക്കുക. ഈ രാത്രിയിൽ നീ ഈശോയോട് ഒരു കാര്യം ചോദിക്കുക, ദൈവമേ, എൻ്റെ ഈ പ്രശ്നത്തിൽ എന്താണ് നിനക്ക് പറയാനുള്ളത്? എൻ്റെ ഈ രോഗത്തിൽ നിനക്കെന്താണ് പറയാനുള്ളത്? എൻ്റെ കുടുംബത്തിലെ ഈ അസ്വസ്ഥതയിൽ നിനക്കെന്താ പറയാനുള്ളത്? എൻ്റെ ജീവിതത്തിൻ്റെ ഈ നൊമ്പരത്തിൽ നിനക്കെന്താ പറയാനുള്ളത്? ഒരു നിമിഷം നമുക്ക് കരങ്ങൾ ഹൃദയത്തോട് ചേർക്കാം. ഈശോയെ, ഇത് കേൾക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുക. ഈ നിമിഷം നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് എന്ത് പറയാനുണ്ടെന്ന്, ദൈവത്തിൻ്റെ അരൂപിക്ക് വിധേയപ്പെടാൻ കൃപ കിട്ടും. അതിനാൽ നമുക്ക് പൂർണ്ണമായിട്ടും ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. ഇപ്പോൾ എവിടെയായിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും, ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്ന് നീ ദിവ്യകാരന് മുമ്പിൽ നിൽക്കുമ്പോഴും ദിവ്യകാരൻ ഈശോ നിന്നെ അറിയുന്നു. കാരണം വചനം പറയുക, നിന്റെ ഒരു തലമുടിയിഴ കൊഴിയുന്നത് പോലും ഞാൻ അറിയുന്നു. എങ്കിൽ മകനെ, മകളെ, നീ ഓർക്കുക, ഈ ദിവ്യകാരൻ ഈശോ ഇപ്പോൾ നീ അനുഭവിക്കുന്ന പ്രശ്നം നിന്നേക്കാൾ കൃത്യമായി നീ അനുഭവിക്കുന്ന പ്രശ്നം ഈശോ അറിയുന്നുണ്ട്. ആ ഈശോയ്ക്ക് നിന്നെ സമർപ്പിക്കുക. ആ ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുക, ഈശോയെ എന്നെ ഏറ്റെടുക്കണമേ എന്ന്, ഈശോയെ എന്നെ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇപ്പോൾ തന്നെ യേശു കടന്നു വരികയാണ് നിന്റെ അടുത്തേക്ക്. ഇതാ അവനിരുന്ന വഴിയിലേക്ക് യേശു കടന്നു വന്നു. അവൻ്റെ നൊമ്പരങ്ങളിലേക്ക് യേശു ഇറങ്ങി. അവൻ്റെ പ്രശ്നങ്ങളിലേക്ക് യേശു കടന്നു വന്നു. ഇതാ ഇപ്പോൾ നിന്റെ നൊമ്പരങ്ങളിലേക്ക്, നിന്റെ പ്രശ്നങ്ങളിലേക്ക്, ആർക്കും മാറ്റാൻ പറ്റാത്ത നിന്റെ ജീവിതത്തിലെ അസ്വസ്ഥതകളിലേക്ക് ദിവ്യകാരൻ ഈശോയുടെ ഇടപെടൽ നൽകി പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കുന്ന നിമിഷം ഏത് ഒരു ദൈവമകനും ദൈവമകളും പ്രാർത്ഥിക്കുക, കർത്താവെ, നിന്റെ കൈകളിൽ ഞാൻ ഏൽപ്പിക്കുന്നു എൻ്റെ ജീവിതത്തിൻ്റെ സകല നൊമ്പരങ്ങളെയും. കരങ്ങൾ ഉയർത്താം. ഈശോയെ, ഈ ആരാധനയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന, ഗ്ലോറിയയുടെ ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന അനേകം മക്കളെ ഈശോയെ ഇപ്പോൾ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രശ്നത്തിൽ എവിടെ നിന്ന് ഉത്തരം വരും? ഈ പ്രശ്നത്തിൽ ആരെന്നെ രക്ഷിക്കും? ഇങ്ങനെ നൊമ്പരപ്പെട്ടു നിൽക്കുന്ന സകല വ്യക്തികളെയും കുടുംബങ്ങളെയും ഈശോയെ ദിവ്യകാരണത്തോട് ചേർത്ത് വയ്ക്കുന്നു. ഇപ്പോൾ തന്നെ ദിവ്യകാരണത്തിന് ഇടപെടൽ കടന്നു വരാൻ സമർപ്പിക്കുന്നു. ഒരു നിമിഷം നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിക്കണേ. ഈ രാത്രിയിൽ ഈശോയെ നൊമ്പരത്തോടെ നിൽക്കുന്ന, വേദനയോടെ നിൽക്കുന്ന ദൈവമേ, അങ്ങയുടെ വഴിയിലൂടെ നടന്നിട്ട് ഇപ്പോൾ നൊമ്പരപ്പെടുന്ന, വേദനിക്കുന്ന സകല മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ക്രമീകരണം ഈ രാത്രിയിൽ ഈശോയെ കടന്നു വരട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുക. ഈശോയെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പ്രിയപ്പെട്ട മകനെ, മകളെ, ഇതാ ഈ രാത്രിയിൽ ദൈവകരങ്ങളിലേക്ക് കൊടുക്ക്. ദൈവത്തിൻ്റെ ഭാഗത്ത് നിനക്കൊരു ഉത്തരവുണ്ട്. ദൈവത്തിൻ്റെ പക്കൽ നിനക്കൊരു ഉത്തരവുണ്ട്. ഇതാ വചനം ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ, അവിടുന്ന് നമുക്കുള്ള പരിഹാര ബലിയാണ്. 1 യോഹന്നാൻ 2:2. അവിടുന്ന് നമുക്കുള്ള പരിഹാര ബലിയാണ്. ഈ വിശുദ്ധ കുർബാനയിൽ നിന്റെ പ്രശ്നത്തിന് ഒരു ഉത്തരവുണ്ട്. ഈ വിശുദ്ധ കുർബാനയിൽ നിനക്കൊരു ഉത്തരവുണ്ട്. എത്ര നൊമ്പരപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ നൊമ്പരങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. വരികളോട് ചേർന്ന് പ്രാർത്ഥിക്കുക. നൊമ്പരങ്ങളെ ഈശോയ്ക്ക് വിട്ടുകൊടുക്കുക. ഈശോ നിന്നെ കാണുന്നു എന്ന ബോധ്യത്തോടുകൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. സമർപ്പിക്കുന്നു ഈശോയെ, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു.
അർപ്പിക്കുന്നു. കരങ്ങളെ ഹൃദയത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുക. സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, ഈശോയെ പൂർണ്ണമായി അർപ്പിക്കുന്നു, അങ്ങേതായി അർപ്പിക്കുന്നു. കരങ്ങളെ ഹൃദയത്തോട് ചേർക്ക്. മകനെ മകളെ, നീ ഇപ്പോൾ നിൽക്കുന്ന പ്രശ്നം ഒരുപക്ഷെ ദൈവമേ നീ പറഞ്ഞതനുസരിച്ചിട്ടും എന്തുകൊണ്ട് ഞാൻ ഈ പ്രശ്നത്തിൽ, നീ ആശീർവദിച്ച് എന്നെ യാത്രയാക്കിയിട്ടും എന്തുകൊണ്ട് എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ഈ അസ്വസ്ഥത? ഇങ്ങനെ നിൽക്കുന്ന മക്കൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവമേ, നിൻ്റെ വഴിയിലൂടെ നടന്നിട്ടും എൻ്റെ ജീവിതത്തിൽ ഈ അസ്വസ്ഥത സമർപ്പിക്കുക. ദൈവമേ, നിനക്കെന്താ പറയാനുള്ളത്? ഇതാ മറിയം പറഞ്ഞു, അവൻ പറയുന്നത് കേൾക്ക്. ദൈവമേ, എന്താ നിനക്ക് പറയാനുള്ളത്? ഞാൻ എന്താ ചെയ്യേണ്ടത് എൻ്റെ ഈ പ്രശ്നത്തിൽ? ദൈവമേ, നീ വെളിപ്പെടുത്തണേ. കരങ്ങൾ ഉയർത്തി, ആ കരങ്ങളിൽ നിന്റെ പ്രശ്നം ഉയർത്തി ഈ നിമിഷം സമർപ്പിക്കുക. ദൈവമേ, ഇപ്പോൾ രോഗമായിരിക്കാം, ആ രോഗകാരണത്തെ ഒരു പക്ഷേ മെഡിക്കൽ സയൻസ് പോലും ഉപേക്ഷിച്ചു എന്ന നൊമ്പരത്തിൽ നിൽക്കുന്നവരുണ്ട്. രോഗക്കിടക്കയിൽ കിടന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സഹോദര, ഇതാ ഈശോ പറയുന്നു, നിന്റെ രോഗക്കിടക്കയിലേക്ക് ഈശോയ്ക്ക് എത്താൻ പറ്റും. നിന്റെ രോഗക്കിടക്കയിലേക്ക് ഈശോയ്ക്ക് എത്താൻ പറ്റും. നീ ഈശോയ്ക്ക് കൊടുക്കുക. കടബാധയിൽ ഇതാ നട്ടം തിരിയുന്ന, ജീവിതം തകർന്നുവെന്ന്, ഇനി ജീവിതം മുമ്പോട്ട് പോകില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കുടുംബമാണ്, ഒരു മകനാണ്, മകളാണ് നീയെങ്കിൽ ഇപ്പോൾ തന്നെ ഈശോയുടെ ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വയ്ക്കുക. ദിവ്യകാരുണ്യം നിന്നിൽ പ്രവർത്തിക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ നൊമ്പരം, എൻ്റെ വേദന നിന്റെ കൈകളിലാണ് ഞാൻ സമർപ്പിക്കുന്നത്. ഒരിക്കൽ കൂടി ചേർന്ന് പ്രാർത്ഥിക്കുക. നാഥ സമർപ്പിക്കുന്നു. നാഥ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, അങ്ങേതായി അർപ്പിക്കുന്നു. കരങ്ങൾ ഹൃദയത്തോട് ചേർന്ന് സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, ദുഃഖങ്ങൾ സമർപ്പിക്കുന്നു, അങ്ങേതായി അർപ്പിക്കുന്നു. കരങ്ങൾ ഹൃദയത്തോട് ചേർക്ക്. ഈശോ പ്രാർത്ഥിച്ചു, പിതാവ് ഇതൊന്ന് മാറ്റിത്തരണേ, പിതാവ് എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ. ഉടനെ സ്വർഗത്തിൽ നിന്നൊരു സ്വരം ഉണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. ഈശോ പറഞ്ഞു, പിതാവേ, ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു, ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണേ. അല്ല, ഈ മണിക്കൂറിലേക്കാണല്ലോ ഞാൻ വന്നത്. പിതാവേ, അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തണേ. ഉടനെ സ്വർഗത്തിൽ നിന്ന് സ്വരം ഉണ്ടായി, ഇത് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. ഈശോയെ, ഇപ്പോൾ നിൻ്റെ കരങ്ങളിലേക്ക് എന്നെ സമർപ്പിക്കുന്നു. ഈശോയെ, ഈശോയ്ക്ക് പറ്റി, ഈശോയ്ക്ക് പിതാവ് കൊടുത്ത് സ്വീകരിക്കാൻ പറ്റി. ഈശോയെ, എന്നെ നീ മാറ്റണേ, നിൻ്റെതായിട്ട് മാറ്റണേ. ഈ നിമിഷം ഈശോയുടേതായിട്ട് മാറുകയാ. നിന്റെ പ്രശ്നം, നിന്റെ നൊമ്പരം, നിന്റെ ജീവിതത്തിൻ്റെ തകർച്ച ഇപ്പോൾ ഈശോയുടേതായിട്ട് മാറുകയാ. ഈശോയുടേതായിട്ട് മാറുമ്പോൾ അത് ദൈവം ഏറ്റെടുക്കും, അത് ദൈവമഹത്വത്തിന് കാരണമാകും. പ്രാർത്ഥിക്കുക. ദൈവമേ, ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന, ഇപ്പോൾ ഞാൻ നേരിടുന്ന, ഇപ്പോൾ എൻ്റെ ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന ഈ പ്രശ്നത്തെ ഞാൻ ചേർത്ത് വയ്ക്കുന്നു. ഈശോയെ, നിൻ്റെതായിട്ട് മാറ്റണേ, നിൻ്റെതായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. നിൻ്റെ സ്വന്തമാക്കി എൻ്റെ ജീവിതത്തെ, എൻ്റെ പ്രശ്നങ്ങളെ മാറ്റണേ. നാഥ, നീ മാറ്റണേ. പ്രാർത്ഥിക്കാം നമുക്ക്. നാഥ, നീ മാറ്റേണമേ, എന്നെ നീ മാറ്റേണമേ, പൂർണ്ണമായി മാറ്റേണമേ, അങ്ങേതായി മാറ്റേണമേ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. നാഥാനേ മാറ്റേണമേ, എന്നെ നീ മാറ്റേണമേ, സ്പർശനം പൂർണ്ണമായി മാറ്റേണമേ,
മാറ്റേണമേ യേശുവേ, അങ്ങേതായി മാറ്റേണമേ. ഈശോയെ, ഈശോയെ, കരങ്ങൾ ഹൃദയത്തോട് ചേർക്ക്. ഈശോയെ, എൻ്റെ ജീവിതം മുഴുവനും നിന്റെ പിന്നാലെയാകുമ്പോഴും ഈശോയെ ഞാൻ ഇടയ്ക്ക് പതറിപ്പോകുന്നു, അസ്വസ്ഥപ്പെട്ടു പോകുന്നു. ഈശോയെ സമർപ്പിക്കുന്നു. ഈശോയെ, നിന്റെ വഴിയിലൊക്കെ നടക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ വീണു പോകുന്നു. ഈശോയെ, നിന്നോട് എന്നെ ചേർത്ത് വയ്ക്കുന്നു. ഇപ്പോൾ ഈ ദിവ്യകാരുണ്യത്തിൽ ഈശോയെ നിന്നെ ഞാൻ കാണുന്നു. എനിക്ക് വേണ്ടി കാലിത്തൊഴുത്തിൽ ഒരു ശൂന്യതയിലേക്ക് നീ ഇറങ്ങി വന്നു. ഈശോയെ, എനിക്ക് വേണ്ടിയാണ്, എൻ്റെ കൂടെ നിൽക്കാനാണ് എമ്മാനുവലായത്, എൻ്റെ കൂടെ നിൽക്കാനാ. ഈശോയെ, ആ എമ്മാനുവലായ ദൈവത്തെ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ കൃപ നൽകണേ. ജോബ് പ്രാർത്ഥിച്ചതുപോലെയാണ് എൻ്റെ അനുഭവം. കർത്താവേ, നീ എൻ്റെ മുമ്പിലൂടെ കടന്നു പോകുന്നുണ്ട്, പക്ഷേ ഞാൻ നിന്നെ കാണുന്നില്ല. എൻ്റെ മുമ്പിലൂടെ നീ കടന്നു പോകുന്നുണ്ട്. എൻ്റെ പ്രശ്നങ്ങളിൽ, എൻ്റെ ദുഃഖങ്ങളിൽ, എൻ്റെ വേദനയിൽ, എൻ്റെ തകർച്ചയിൽ എൻ്റെ മുമ്പിലൂടെ നീ കടന്നു പോകുന്നുണ്ട്. പക്ഷേ നിന്നെ കാണാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ കണ്ണുകൾ മൂടപ്പെട്ടു. എൻ്റെ ജീവിതത്തിൽ മന്ദീഭവിച്ച അനുഭവം ഉണ്ടായി. ഈശോയെ, എൻ്റെ ഹൃദയത്തെ ജ്വലിപ്പിക്കണേ, എൻ്റെ കണ്ണുകളെ തുറക്കണേ, എൻ്റെ കണ്ണുകളിൽ ദിവ്യകാരുണ്യത്തിൻ്റെ അഞ്ജനം എഴുതി ഈശോയെ എൻ്റെ ജീവിതത്തെ നിന്നെ കാണുവാൻ തുറവി നൽകി അനുഗ്രഹിക്കണേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി രണ്ട് കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. നാഥ, നീ മാറ്റണേ, എന്നെ നീ മാറ്റണേ. നാഥ നീ മാറ്റേണമേ, എന്നെ നീ മാറ്റണേ, എന്നെ നീ മാറ്റേണമേ, പൂർണ്ണമായി പൂർണ്ണമായി മാറ്റേണമേ, അങ്ങേതായി മാറ്റേണമേ. കരങ്ങൾ ഹൃദയത്തോട് ചേർക്കാം. പരിശുദ്ധ അമ്മ ചോദിച്ചില്ലേ, ഇതെങ്ങനെ സംഭവിക്കും? ഇത്ര വലിയ അസ്വസ്ഥത പേറുമ്പോഴും പരിശുദ്ധ അമ്മ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ഉത്തരവിതായിരുന്നു, പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ നിമിഷം ഈശോയെ, പരിശുദ്ധാത്മാവ് അങ്ങ് വാഗ്ദാനം ചെയ്യുന്ന ശക്തി ഞങ്ങളുടെ കുടുംബത്തിൽ നിറയാൻ ആഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങ് വചനത്തിലൂടെ അരുളി ചെയ്തു, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ നഗരം വിട്ടു പോകരുത്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഈശോയെ സമർപ്പിക്കുന്നു. ഈ ആരാധനയിൽ ഇപ്പോൾ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് കടന്നു വരട്ടെ. ഈശോയെ, മാമോദീസായിലൂടെ സ്വീകരിച്ച പരിശുദ്ധാത്മാവ്, മറ്റു കൂദാശകളിലൂടെ ഞങ്ങളിൽ കടന്നു വന്ന പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഈ നിമിഷം ഞങ്ങളിൽ ജ്വലിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് ആശീർവദിച്ചപ്പോൾ, വിവാഹമെന്ന ഞങ്ങളുടെ കൂദാശയെ അങ്ങ് ആശീർവദിച്ചപ്പോൾ, ദിവ്യകാരുണ്യത്തിലൂടെ അങ്ങ് ഞങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ, സ്ഥൈര്യലേപനത്തിലൂടെ പരിശുദ്ധാത്മാവിന് നൽകി ഞങ്ങളെ ഉണർത്തിയപ്പോൾ, ഈശോയെ, ഞങ്ങളിൽ കടന്നു വന്ന പരിശുദ്ധാത്മാവ് ജ്വലിക്കട്ടെ. ഈശോയുടെ വചനത്തെ സ്വീകരിക്കാൻ, ഈശോയുടെ വചനത്തിനനുസരിച്ച് ജീവിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഈശോയെ ഈ മണിക്കൂറിൽ നൽകി അനുഗ്രഹിക്കണേ. നമുക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. ഈ നിമിഷം എവിടെ നിൽക്കുന്നൊരു വ്യക്തിയാണെങ്കിലും നിന്റെ നൊമ്പരങ്ങളെ, നിന്റെ വേദനകളെ, നിന്റെ പ്രയാസങ്ങളെ നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിന് നൽകുകയില്ല. വാഗ്ദാനമാണ്. ആ വാഗ്ദാനം ഇപ്പോൾ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ഓരോ മകന്റെയും മകളുടെയും മേൽ ഈശോ പൂർത്തീകരിക്കുന്ന നിമിഷം പരിശുദ്ധമ്മേ, അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി, ദൈവത്തിന്റെ വാഗ്ദാനമായ റൂഹാ തമ്പുരാനെ ഇപ്പോൾ ഞങ്ങളുടെ മേൽ, ഈ സമൂഹത്തിന്റെ മേൽ, ഈ കൂട്ടായ്മയുടെ മേൽ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകല ദൈവമക്കളുടെ മേലും ഇപ്പോൾ തന്നെ അയക്കണേ. കരങ്ങൾ ഉയർത്തി നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അഭിഷേകത്തിന്റെ ശക്തി, അഭിഷേകത്തിന്റെ അഗ്നി, അഭിഷേകത്തിന്റെ കൃപ ഈശോയെ നിറയാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും സ്തുതിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. ഈശോയെ ആരാധനയിൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഈശോയെ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ നിൽക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്ന പരിശുദ്ധാത്മ ശക്തി ഇപ്പോൾ കടന്നു വരട്ടെ. ദുഃഖത്തെ സന്തോഷമാക്കി മാറുന്ന പരിശുദ്ധാത്മ ശക്തി ഇപ്പോൾ നിറയട്ടെ. വിശുദ്ധി ലഭിക്കട്ടെ.
ദൈവവചനം കേൾക്കാൻ തുറവ് ലഭിക്കട്ടെ. വചനത്തിന്റെ അഭിഷേകം സ്വീകരിക്കാൻ കൃപ ലഭിക്കട്ടെ. ഇപ്പോൾ തന്നെ ഈശോയുടെ വഴിയിലൂടെ നടക്കാൻ കൃപ ലഭിക്കട്ടെ. യേശുവെ പ്രാർത്ഥിക്കുന്നു, അഭിഷേകത്തിന്റെ ശക്തി ഒഴുകട്ടെ, അഭിഷേകത്തിന്റെ ശക്തി കടന്നു വരട്ടെ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ നന്ദി, പുത്രനായ യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ച്, പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ച് ഈ ഗാനത്തോട് ചേർന്ന് നമുക്ക് ദൈവത്തെ ആരാധിച്ച് പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിനഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. ഈശോയെ അഭിഷേകം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിനഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ഈശോയെ പ്രാർത്ഥിക്കുക എല്ലാവരും. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. കരങ്ങളെല്ലാവരും ഹൃദയത്തോട് ചേർക്ക്. ഇന്ന് നമ്മൾ വചനം കേട്ടു. ദൈവത്തിൻ്റെ പദ്ധതിക്ക് ചേർന്ന് നിൽക്കുമ്പോഴാണ് ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്നത്. കരങ്ങളെല്ലാവരും ഹൃദയത്തോട് ചേർക്കുമ്പോൾ ഒരു ചോദ്യം. ഹെസക്കിയ പറഞ്ഞത് ഇങ്ങനെയാണ്: കർത്താവേ, നിന്റെ മുമ്പിൽ നിനക്ക് പ്രീതികരമായത് മാത്രമാണ് ഞാൻ ചെയ്തിരുന്നത്. ഓർക്കുക, ഈ രാത്രിയിൽ ഒരു ചോദ്യം: ആരുടെ മേലാണ് ദിവ്യകാരുണ്യത്തിൻ്റെ കൃപയൊഴുകുന്നത്? ആരുടെ മേലാണ് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം കടന്നു വരുന്നത്? ഈശോയുടെ വഴിയിലൂടെ നടക്കുന്ന വ്യക്തിക്ക്. അതിനാൽ ഇപ്പോൾ ഒരു ചോദ്യം പരിശുദ്ധാത്മാവ് ഓരോ മകനോടും മകളോടും ചോദിക്കുന്നു: ദിവ്യകാരുണ്യത്തിൻ്റെ വഴിയിലാണോ നിന്റെ നടപ്പ്? ഈശോയ്ക്ക് ചേർന്ന രീതിയിലാണോ, ഈശോയുടെ വചനമനുസരിച്ചാണോ നീ നിൽക്കുന്നത്? എങ്കിൽ നീ ഭാഗ്യപ്പെട്ട ജീവിതത്തിലാണ്. ഇതാ, ദൈവവചനം അനുസരിച്ചവൾ ഭാഗ്യവതി. ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. വിശ്വസിക്ക്. ഈ രാത്രിയിൽ ഇതാ ദൈവം നിന്റെ കുടുംബത്തോട് പറയുന്നു, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. ഈ രാത്രിയിൽ ഈ വചനം നിന്നോട് ദൈവം പറയുമ്പോൾ, ഇതാ പ്രിയപ്പെട്ടവരെ, ഇതാ ഇപ്പോൾ തന്നെ ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നിന്റെ മേൽ കടന്നു വരികയാണ്. കരങ്ങളെല്ലാവരും കൂപ്പ് ഈശോയെ സമർപ്പിക്കുന്നു. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന, ഈ ആരാധനയിൽ നിൽക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, സൗഖ്യത്തിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ക്രമീകരണം ഇപ്പോൾ തന്നെ കടന്നു വരട്ടെ. ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം ഇപ്പോൾ ഇത് സ്വീകരിക്കുന്ന സകലരിലും സൗഖ്യമായിട്ട്, വിടുതലായിട്ട്, ദൈവിക പദ്ധതിക്ക് ദൈവം നൽകുന്ന ആശീർവാദമായിട്ട് മാറട്ടെ. കരങ്ങൾ കൂപ്പാം, കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കാം. ഈശോയെ, സകലരെയും സമർപ്പിക്കുന്നു. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്
എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഗ്ലോറിയ ഗ്ലോറിയ ഗ്ലോറിയ